സാർ എപ്പോഴും പറയാറുള്ളത് ഈ ഗുണ്ടകളെ തൊടാൻ പേടിയാണ് പോലീസിന്, സാധാരണക്കാരൻ്റെ മേലെയാണ് പോലീസ് കൈവയ്ക്കാറുള്ളത് എന്നൊക്കെയാണല്ലോ. ഇവിടെയും ഈ ആയങ്കിയെ തൊടാൻ പോലീസിന് പേടിയുണ്ടോ? നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളെല്ലാം കണ്ടല്ലോ, ആ പ്രതിയെ കസ്റ്റഡിയിലെടുക്കുന്നതും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്നതുമെല്ലാം. എന്നിട്ടും ഈ കസ്റ്റഡിയിലും പേപ്പറൊക്കെ വായിച്ച് കൂളായി ഇരിക്കുകയാണല്ലോ കക്ഷി. അത് ഗവൺമെൻറ്റിൻ്റെ നയമനുസരിച്ചിരിക്കും. ദേഹത്ത് തൊടാൻ പാടില്ല പോലീസിന് എന്ന് നിയമപുസ്തകങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒരാളെ അറസ്റ്റ് അങ്ങനെയാണ്, ദേഹോപദ്രവം ചെയ്യാൻ നമുക്ക് അധികാരമില്ലല്ലോ. പക്ഷേ പിടിക്കുന്ന സമയത്ത് ഇതുപോലെ വയലൻസ് കാണിക്കുന്നവരെ അവരെ ഓവർ പവർ ചെയ്യുന്നത് ബലം പ്രയോഗിച്ച് തന്നെയാണ്. ചിലപ്പം ഉപദ്രവിച്ചിട്ടായിരിക്കും, ചിലപ്പം അവനെ കാലടിച്ചൊട്ടിച്ചിട്ടായിരിക്കും, അവനെ കൊല്ലാൻ കഴിയാതെ ചിലപ്പം കാലടിച്ചൊട്ടിച്ചിട്ടായിരിക്കും. കാരണം അതുപോലുള്ള ഗുണ്ടകളെ അങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും. അതിന് പോലീസിന് അധികാരമുണ്ട്. ഒരാൾ സമൂഹത്തിനോ ഒരു വ്യക്തിക്കോ ചലഞ്ച് ചെയ്ത് അവരെ ജീവനും സ്വത്തും നഷ്ടപ്പെടുന്നവനെ അങ്ങനെയുള്ള ഒരുത്തിനെ വെടിവെച്ച് തന്നെയല്ലേ പിടിക്കാൻ ഒക്കുള്ളൂ. അതൊക്കെ നിയമപുസ്തകത്തിൽ. പക്ഷേ അത് വിനിയോഗിക്കുന്നില്ല പോലീസ്. അത് പേടിക്കാതെ സമൂഹത്തിനുള്ള കടപ്പാടുള്ള ആൾക്കാർ, കടപ്പാടുള്ളവരാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ. അതുകൊണ്ട് നിയമത്തിനകത്ത് അത് അവർക്ക് ആവശ്യമുള്ള സംരക്ഷണം കൊടുക്കുന്നുണ്ട്. എനിക്കറിയാം, തിരുവനന്തപുരത്ത് ഇപ്പോഴും ഒരു ഗുണ്ടയുടെ കേസിനകത്ത് സാക്ഷി പറഞ്ഞ ഒരാൾ കഴിഞ്ഞ 10-12 വർഷമായിട്ട് പോലീസ് പ്രൊട്ടക്ഷനിലാണ്. അയാൾ കൂലിപ്പണിക്കാരനാണ്. അയാളുടെ പുറകെ 2 പോലീസുകാർ എപ്പോഴും ഉണ്ട്. അയാൾ എന്നെ കണ്ട് പറഞ്ഞു അയാൾ മടുത്തു. കാരണം എന്ത് ചെയ്യാനൊക്കും? കാരണം അയാളെ കൊല്ലുമെന്ന് ഗുണ്ടകൾ പറഞ്ഞിരിക്കുകയാണ്. ആ ഡിക്ലറേഷൻ ഉണ്ട്, അതിനുള്ള സാധ്യതയും ഉണ്ട്. അതുകൊണ്ട് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് മറ്റേ ആൾ ഇപ്പോഴും ജയിലിലാണ്. അതിന് ജയിലിൽ നിന്ന് ഇറങ്ങി വരുമില്ല. ഇയാൾ സാക്ഷി പറഞ്ഞുകൊണ്ട് അയാൾ ജയിലിലാണ്. ഇറങ്ങി വരാനുള്ള സാധ്യതയും വളരെ കുറവാണ്. അല്ലെങ്കിൽ അയാൾക്ക് ജീവപര്യന്തം തടവാണ്. വേറെയും പല മർഡർ കേസും അയാൾക്കുണ്ട്. അതുകൊണ്ട് സമൂഹത്തിൽ ഇതുപോലെ കമ്മിറ്റഡായ ആൾക്കാർ ധാരാളം ആരുമുണ്ട്. അയാളൊരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. അതുപോലെ ഇപ്പോഴും ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറെ നമ്മൾ കണ്ടുകൊണ്ട് സമൂഹത്തിനോട് കടപ്പാടുള്ളൊരു ധാരമുണ്ട്. അവർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ ആ സമൂഹത്തിലുള്ള ജനങ്ങളും ആ പോലീസ് സംവിധാനവും കൊടുത്തിരിക്കണം. കാരണം ഇപ്പോഴത്തെ ആ ഓട്ടോറിക്ഷക്കാരനെ അയാളുടെ എങ്ങനെയായാലും ഒരു ത്രെട്ട് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ നേരത്തെ പറയുന്നുണ്ട്. പക്ഷേ ഇല്ല, എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അയാളെ എപ്പോഴും പോലീസ് വാച്ച് ചെയ്യണം, അയാൾക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കണം. കാരണം ഇതുപോലുള്ള സാമൂഹിക ദ്രോഹികൾക്കെതിരായിട്ട് ജനങ്ങൾ മുന്നോട്ട് വരുമ്പം ആ ജനങ്ങൾക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പോലീസ് ബാധ്യസ്ഥരാണ്. ഓക്കെ സാർ, മറ്റൊരു കാര്യം, ഈ കേരളം ഗുണ്ടകളുടെ നാടല്ല എന്നും സിസ്റ്റത്തെ വെല്ലുവിളിക്കുന്ന ഗുണ്ടകളുടെ അവസ്ഥ അർജുൻ ആയങ്കിയുടേതുപോലെ ആകുമെന്നുമാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഈ അറസ്റ്റിനെ കുറിച്ച് പ്രതികരിച്ചത്. അപ്പോൾ ഇനി ഗുണ്ടകൾക്ക് ഉറക്കമില്ല രാത്രികളായിരിക്കുമോ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ. കാരണം ആഭ്യന്തരമന്ത്രി അത് നന്നായിട്ട് ഉൾക്കൊണ്ടിട്ടുണ്ട്. കാരണം കഴിഞ്ഞ 10 വർഷം കൊണ്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരും എല്ലാം കേരളത്തിൽ എന്താണ് നടന്നതെന്ന് കണ്ടു. CPM-ൻ്റെ ചെറുകിനടിയിലാണ് ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞ് ക്രിമിനൽ പ്രൊട്ടക്ഷൻ എടുത്തു കഴിയുമ്പം ആ പാർട്ടി ഇവർക്കെതിരായിട്ട് അന്ന് നടപടി എടുത്തിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. കാരണം പാർട്ടിയെ ചാരി നിന്ന് പാർട്ടി അംഗത്വം പോലും ഇല്ലാത്ത ഇതുപോലെയുള്ള ഗുണ്ടകൾ ആ പാർട്ടിയെ മിസ്യൂസ് ചെയ്ത് അവരുടെ പ്രൊട്ടക്ഷന് കഴിയുകയാണ്. ഇപ്പോഴും അയാൾ അത് തന്നെയല്ലേ പറയുന്നത്. ഇയാൾക്കൊരു മെമ്പർഷിപ്പ് ഇല്ലയെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇയാൾ DYFI ആണ്, SFI ആണെന്നൊക്കെ പറഞ്ഞ് നടക്കുകയെന്നല്ലാതെ ആ DYFI SFIയുടെ അവരുടെ ഇമേജ് കളയുന്നതല്ലാതെ ഇവന് ആ ഒരു സംഘടനയിൽ അംഗത്വം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അംഗത്വം ഉണ്ടെന്ന് പറഞ്ഞ് നടന്ന് കുറച്ചധികം ആളായി നടക്കുന്നത് അല്ലാതെ പാർട്ടിക്ക് അതിനകത്ത് ഒരു ലിമിറ്റിനപ്പുറത്തൊന്നും ചെയ്യാനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇപ്പം തള്ളി പറഞ്ഞിട്ടുണ്ട്, മതി. കാരണം അടിയന്തരമായ നടപടിയിലേക്ക് കോൺഗ്രസ് ഗവൺമെൻറ് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി പ്രവേശിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. എങ്ങനെയായിരുന്നു ഇയാളുടെ അറസ്റ്റ്? പോലീസിനെ കഴിഞ്ഞ ഒരാഴ്ചയായി വെല്ലുവിളിച്ചുകൊണ്ടിരുന്ന അർജുൻ ആയങ്കിയെ ഇന്നലെ കണ്ണൂർ വെച്ച് അറസ്റ്റിലായി. അവിടെ ഒരു അഭിഭാഷകയെ കാണാനാണ് ഇയാൾ എത്തിയത്. രാത്രി 2:30 മണിക്കാണ് അഭിഭാഷകയുടെ അവിടെ എത്തിയപ്പം പോലീസ് ഓടിച്ചിട്ട് ഇയാളെ പിടിച്ചത്. ഇയാൾ ഒറ്റയ്ക്കായിരുന്നു. ഇയാൾ ആ പാലിയക്കര ടോൾ പ്ലാസയിൽ വെച്ച് ഇയാളുടെ ജ്യേഷ്ഠനും മറ്റൊരു സ്ത്രീയുമായി ഒരു കാറിൽ സഞ്ചരിക്കുന്ന ദൃശ്യമാണ് അവസാനമായി നമ്മൾ കണ്ടത്. അതിനുശേഷം ഇയാൾ കാറിൽ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നെ നീക്കങ്ങളെല്ലാം ഒറ്റയ്ക്കാണ്. സോഷ്യൽ മീഡിയയിലും സാമൂഹ്യ മാധ്യമങ്ങളിലും ഈ ഗുണ്ടയുടെ ഒത്തിരി സപ്പോർട്ടേഴ്സുണ്ട്, ഒത്തിരി ഗുണ്ടകളുമുണ്ട് ഇയാളുടെ കൂടെ. അപ്പം ഇയാൾക്ക് ആ ഗുണ്ടകളായിട്ട് ബന്ധപ്പെട്ട ഗുണ്ടകളുടെ കൈവശമുള്ള കാറുകളൊക്കെ കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്തായാലും ഇയാളുടെ ഒരു കാറിൽ എത്ര വേണേലും ഇയാൾക്ക് അവരെ വിളിച്ചിട്ട്
ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഡ്രോപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ അർജുൻ ആയങ്കി കേരളത്തിലെ ഏറ്റവും വലിയ ഗുണ്ടയെന്ന് പറയാൻ കഴിയില്ല. കാരണം വീരവാദം ഇറക്കും, കൂടെ ഇതുപോലെയുള്ള ജൽപ്പനങ്ങളുണ്ടാവും. സോഷ്യൽ മീഡിയയിലൊക്കെ അയാളുടെ ഇളയ സഹോദരൻ അജയനുണ്ട്. അയാൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കൂടുതൽ ആക്റ്റീവാണ്. ഈ ഗുണ്ടയ്ക്ക് സോഷ്യൽ മീഡിയയിലുള്ള റിപ്ലൈ കൊടുക്കുന്നൊക്കെ ഇയാളുടെ ഇളയ സഹോദരൻ അജയാണ്. അയാളെ ഇപ്പം ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അയാളെ ഇപ്പം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പോലീസ്. അപ്പോൾ ഇപ്പോഴേ കണ്ണൂർ DIGയുടെ നേതൃത്വത്തിലുള്ള ടീം ഇയാളെ അറസ്റ്റ് ചെയ്തു. പിന്നെ ഒരു ഓട്ടോ ഡ്രൈവറാണ് ഇയാളെ അവിടെ കൊണ്ടാക്കിയത്. അയാൾക്ക് സംശയം തോന്നി, അയാൾ പോലീസിൽ വിവരം അറിയിച്ചു. എന്തായാലും ആ ഗുണ്ട മുഖ്യമന്ത്രിയെ ഭീഷണിപ്പെടുത്തിയതായിട്ടുള്ള ഒരു വാർത്ത നമ്മൾ കണ്ടു. സോഷ്യൽ മീഡിയയിൽ ആഭ്യന്തരമന്ത്രിയെയും ഭീഷണിപ്പെടുത്തിയതായിട്ട് കണ്ടു. ഈ രണ്ട് കാര്യത്തിനും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മൊത്തം 23 കേസ് ഇയാളുടെ പേരിൽ വന്നിട്ടുണ്ട്. ഇയാൾക്ക് അടിയന്തരമായിട്ട് കാപ്പ ചുമത്തണം. അതൊന്ന് 6 മാസം അവിടെ കിടക്കട്ടെ. അതിനുശേഷം വീണ്ടും കാപ്പ ചുമത്തണമെങ്കിൽ വീണ്ടും ചുമത്തണം. ഇയാളെ ഇനി പുറംലോകം കാണിക്കാൻ പാടില്ല. കാരണം ഇയാളുടെ ഹിസ്റ്ററി മുഴുവൻ ആരും കൺട്രോളില്ലാതെ, ഒരു സമൂഹത്തിനെ പേടിയില്ലാതെ, പോലീസിനെ പേടിയില്ലാതെ, അധികാരികളെ പേടിയില്ലാതെ, കോടതിയെ ഭയമില്ലാതെ നടക്കുന്ന ഒരു വാഗബോണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു കാളയാണ് അവന്. അതിങ്ങനെ നടക്കും. അതിനെ വെടിവെച്ച് വീഴ്ത്താനേ പറ്റുള്ളൂ, അല്ലെ കൊല്ലാനേ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ വാഗബോണ്ടിനെ തീർച്ചയായിട്ടും നമ്മൾ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തിയേ പറ്റുള്ളൂ. അയാൾക്കെതിരായി, അയാൾക്ക് അനുകൂലമായി സോഷ്യൽ മീഡിയയെ പങ്കുവെച്ചവരും ഇയാളെ സപ്പോർട്ട് ചെയ്തവരും അവർക്കെതിരായിട്ട് നടപടി വരുന്നുണ്ട്. അതും നല്ല കാര്യം തന്നെയാണ്. ഇതുപോലെ സാമൂഹ്യ വിരുദ്ധരെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ സമൂഹത്തിലെ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആളായാലും ശരി, അങ്ങനെ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നതും അവരെ സോഷ്യൽ മീഡിയയിൽ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതും ഇവൻ ക്രൗഡ് ഫണ്ടിങ് ഒക്കെ വരുന്നുണ്ട്, അതിന് പൈസ അയച്ചവരുടെയും പ്രതിയാക്കണം. അവർക്കൊക്കെ എതിരായിട്ട് നടപടി വേണം. അത് 1000, 2000, 3000 പേര് ഉണ്ടെങ്കിലും ശരി, അവർക്കെതിരായിട്ടുള്ള നടപടികൾ കൃത്യമായിട്ട് പോലീസ് എടുക്കണം. അതിന് അമാന്തം വിചാരിക്കരുത്. ആൾക്കാർ ഈ ജയിലിൽ കിടക്കുന്നവരെ, അല്ലെങ്കിൽ റിമാൻഡിൽ കിടക്കുന്നവരെ സംഖ്യ കേരളത്തിൽ വളരെ കൂടുതലാണ്. എല്ലാ ജയിലുകളും നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട്. പക്ഷേ പുതിയ ജയിൽ തുടങ്ങാനായിട്ടുള്ള സംവിധാനവും വന്നിട്ടുണ്ട്. കാരണം സമൂഹം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഇതുപോലെയുള്ള പുഴുക്കത്തുള്ള ക്രിമിനൽസിനെ നമ്മൾ റിമാൻഡിൽ വയ്ക്കുകയോ അകത്താക്കുകയോ ശിക്ഷിച്ചിടുകയോ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് ഗവൺമെൻറ് തയ്യാറാകണം, സമൂഹം തയ്യാറാകണം. ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന ആരായാലും ശരി, അവരൊക്കെ സോഷ്യൽ മീഡിയയിലെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇട്ടിരിക്കുന്ന അവരെ മുഴുവൻ ലൊക്കേറ്റ് ചെയ്തിട്ട് അവർക്ക് പ്രത്യേക കേസെടുക്കണം, പ്രോസിക്യൂട്ട് ചെയ്യണം. രണ്ടാമത് ഫണ്ട് അയച്ചു കൊടുത്ത ആരായാലും ശരി, അവരെയും എതിരെയും നടപടി ഉണ്ടാകണം.